രണ്ടു ദിവസം മുമ്പ് നമ്മളുടെ കേരളത്തിന്റെ രാജാവായ, ഇന്ത്യയിൽ ഇപ്പൊ രാജാവിന്റെ ഭരണം ഒരിടത്ത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ. വെറും കേരളമല്ല, അൽ കേരളം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുടെ ഹരിത അൽ കേരളത്തിന്റെ രാജാവായ പിണറായി മാമൻ സനാതന ധർമ്മത്തെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ചൂടേറിയ ചർച്ചയായി. കാര്യം മറ്റൊന്നുമല്ല, ഇന്ദിരവടിയുടെ മകള് നമ്മുടെ വീണക്കുഞ്ഞിനെ പറ്റി മാത്യു കൊഴൽനാടൻ കുറച്ച് മോഷണ ശ്രമത്തിന്റെ കഥകൾ അയച്ചു വിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഒരു അച്ഛനല്ലേ, അച്ഛൻ്റെതായ സങ്കടങ്ങൾ കാണും. അപ്പോ അതിന്റെ കണ്ണൊന്ന് വെട്ടിക്കാൻ വേണ്ടി നിന്തിരുവടികൾ പിണറായി വിജയൻ ഈ സനാതന ധർമ്മത്തെ പറ്റി ഈ പറഞ്ഞ വരികൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രാഹ്മണിക്കലാണ്, ഡെമോക്രസിക്കെതിരാണ്, ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലാണ്, മൊത്തം അഴിമതിയാണ്, വിപ്ലവമാണ്, ഇതൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ പറ്റിയൊക്കെ പുള്ളി ഈ വ്യാകുലനാണ്. അല്ല സഹാബി, എനിക്കൊരു സംശയം. നമ്മുടെ പോളിറ്റ് ബ്യൂറോ, അതായത് CPM-ന്റെ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ ഗുണാണ്ടന്മാർ ഇരിക്കുന്ന സ്ഥലമാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന സാധനം. ഈ പോളിറ്റ് ബ്യൂറോയില് ഈ ഒരു ദളിതനെയെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു കൂടെ എന്നുള്ളതാണ്. പറ്റില്ലായിരിക്കും അല്ലെ? കാര്യം അതിന് കീഴ്വഴക്കം കാണത്തില്ല. വർഷങ്ങളായിട്ട് ശീലിച്ചു പോരുന്നത് ബ്രാഹ്മണിക്കന്മാരാണ്. അതായത് സംഗതി ഏതാണ്ട് 1954 സമയത്തെങ്ങാണ്ട് തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇത് ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെയാണ്. സുന്ദരയ്യ വലിയ ഫ്യൂഡൽ മാടമ്പിയുടെ മകനാ, തമിഴ്നാട്ടുകാരനാ, അയ്യരാണ്. പിന്നീട് വന്ന ആരാ? നമ്മുടെ ഏറ്റവും വലിയ നേതാവായ EMS നമ്പൂതിരിപ്പാട്. വലിയ ഇല്ലത്തെയാണ് പുള്ളി, ഭയങ്കര ഇല്ലത്തെയാ. ഹർകിഷൻ സിംഗ് സുർജിത്ത് വലിയ ജാതിയാണ്. കാരാട്ട് പാലക്കാട്ടെ ഉന്നതനായിട്ടുള്ള തറവാടിയെ തന്നെ സെലക്ട് ചെയ്തു. എന്തിന്? സെക്രട്ടറി ആകാൻ. അച്ചുമാമനൊക്കെ ഇരിക്കുക, പോട്ട്, സാരമില്ല. പിന്നെ വന്ന ആരാ? യെച്ചൂരി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്രാഹ്മണനാണ്. എന്റെ പൊന്നു സഹോദര, അല്ലെങ്കിൽ എന്റെ പൊന്നു സഹാക്കന്മാരെ, നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന ഒന്നെന്നുള്ളത് ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അല്ലെ പിന്നെ ഈ മണ്ഡൽ കമ്മീഷൻ എല്ലാവർക്കും അറിയാം. SC/STകൾക്ക് അല്ലെങ്കിൽ താഴെ തട്ടയുള്ള ജനങ്ങൾക്ക് മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തു മണ്ഡൽ കമ്മീഷൻ. അതിന്റെ 80കളിൽ 79-80 കാലഘട്ടത്തിലാണ് വരുന്നത്, എല്ലാവർക്കും അറിയാം. ഈ മണ്ഡൽ കമ്മീഷൻ വരുന്നതിന് മുമ്പ് CPM-ന്റെ വോട്ടിന്റെ ശതമാനം എത്ര ഉണ്ടായിരുന്നു? 10.6 സംതിങ് അങ്ങാണ്ടുണ്ട്. അത് പോയിട്ട് 2020 അല്ലെങ്കിൽ 19 വരുമ്പോൾ വെറും 2% കുറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താ? SC/ST ദളിത് സംഘടനകളെ നിങ്ങൾ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. വെറും അധകൃതനായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ എല്ലാവരും. അയ്യങ്കാളി ജംഗ്ഷൻ, അയ്യങ്കാളി ബിൽഡിംഗ് എന്ന് പറയുന്നത് നന്തൻകോട്, തിരുവനന്തപുരം SC/ST ഡെവലപ്മെന്റ് ഓഫീസ്. അവിടെ വന്നൊന്ന് നോക്ക് നിങ്ങൾ. ആ ഒരു ഓഫീസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്ക്. കേരളത്തിലെ എല്ലാ ജനങ്ങളും വന്ന് ആ ഓഫീസിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു തൂക്കുന്ന വ്യക്തികൾ പോലും ഇല്ല. കാര്യം എന്നാ? ഇത് ചുമ്മാ അടക്കളുടെ ദളിതന്റെ പ്രസ്ഥാനമല്ലേ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ദളിതന് പറ്റിയ പാർട്ടിയാണോ? ഒരിക്കലുമല്ല. അത് നമ്മൾ സനാതന ധർമ്മത്തിലേക്കൊന്നും പോകണ്ട. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് അനുഭവിക്കുന്ന കാര്യം നമ്മൾ എടുത്ത് മാത്രം മതി. അങ്ങ് സനാതന ധർമ്മത്തിലേക്കൊന്നും പോകണ്ട. SC-കളോട് അല്ലെങ്കിൽ ദളിതന്മാരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് പോളിറ്റ് ബ്യൂറോ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഇന്റേണൽ കമ്മിറ്റികളിൽ മാനസികമായിട്ട് ചർച്ചകൾ എല്ലാം നടക്കുന്നുണ്ട്. അല്ലെ പിന്നെ ഈ അവസാനം 2022 രാമചന്ദ്ര ഡോം എന്ന് പറയുന്ന ഒരു ദളിതനെ ചായ മേടിക്കാൻ എങ്ങാണ്ട് അവിടെ കൊണ്ട് നിർത്തിയത്. അപ്പോ മണ്ഡൽ കമ്മിറ്റിക്ക് വന്നതിന് ശേഷം ഈ രാഷ്ട്രീയ കക്ഷിയുടെ പേര് പോലും ഇടിഞ്ഞു വരികയാണ്. അത്രയ്ക്കും വേർതിരിവുണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ ഡെമോക്രസിയെ പറ്റി നിങ്ങൾ പറഞ്ഞു. ഇന്ന് ഒരു പ്രധാന വിധി നടന്നിട്ടുണ്ട്. ഇരട്ടക്കൊലപാതകം കാസർഗോഡ്, അതിന്റെ വിധി CBI കോടതി വന്നിട്ടുണ്ട്. അപ്പോ അതിനകത്തൊരു MLA, CPM-ന്റെ MLA എന്തിനാ കൊല നടത്താൻ? നിങ്ങൾ
എന്നിട്ട് ഈ MLA ന്യായീകരിക്കുകയാണ്. എന്തിനാണ് ഈ കൊല നടത്തിയത്? എന്തിനാണ് ഈ കൊല നടത്തിയത്? രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് എന്തിനാണ്? ഡെമോക്രസിക്ക് അവിടെ അവസരമില്ലാതെ വന്നിരിക്കുകയാണ്. നിങ്ങൾ വാ, കോട്ടയത്തോട്ടോ എറണാകുളത്തോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കോൺഗ്രസ് പാർട്ടികൾ കൂടുതലായിട്ട് ഉള്ള വല്ല ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ജില്ലയിലേക്ക് വാ. ഇവിടെയൊക്കെ എന്തേലും രാഷ്ട്രീയ കൊലപാതകം നടക്കുവോ? ഒരിക്കലുമില്ല. കാര്യം എന്താ? അവർക്ക് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ജനാധിപത്യ മൂല്യം എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മറിച്ച് നിങ്ങൾ കണ്ണൂർ ചെല്ലേ, ഈ പറയുന്ന രാജാവ് പിണറായി പറഞ്ഞ കണ്ണൂരിൽ പോ, അല്ലെ കാസർഗോഡ് പോ, പെരിയയിൽ പോ. അവിടെ എന്താ ഈ കൊലപാതകം ഉണ്ടാകുന്നത്? CPM-ന്റെ കൊലയാളി രാഷ്ട്രീയത്തിനെ അടിസ്ഥാനമാക്കിയാണ് വേറൊരു പാർട്ടിക്കാർക്കും അവിടെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കൊലയ്ക്ക് കൂട്ടുപിടിക്കുക, ആദ്യമേ കൊല തുടങ്ങുന്നത് ആരാ? ഈ കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാർ കുഞ്ഞനന്തനെയൊക്കെ അറിയാം. പ്രായം ചെന്ന് മരിച്ചുപോയി പുള്ളി. പ്രായം ചെന്ന ഒരു വ്യക്തിയാ. 52 വെട്ടുവെട്ടി ഒരു മനുഷ്യനെ കൊന്ന് ആ കേസിന് പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കുഞ്ഞനന്തൻ. ഇപ്പം വന്നിരിക്കുന്നു ഒരു ഗുണ്ട ശ്രീജിത്ത് എന്ന് പറയുന്ന 2008 ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന്, വീട് കയറി വെട്ടിക്കൊന്ന ആ ഒരു ഗുണ്ടയുടെ വീടിന്റെ പാലുകാച്ചിന് വന്നിരിക്കുന്നത് ആരാണ്? ജയരാജന്മാരാണ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടന്നത് കണ്ടിട്ടുണ്ടോ? വേണ്ട. ഇപ്പൊ പരോളിന് വിട്ടിരിക്കുന്നു. ആരെയാ പരോളിന് വിട്ടിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം. കൊടിശ്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി തികച്ചും ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സൈഡ് പിടിക്കുന്ന ഒരു പാർട്ടി, അതാണ് CPM പാർട്ടി. അതാണ് ജനാധിപത്യം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ പൊന്നു കൂട്ടുകാരന്മാരെ, ഞാനൊരു 3 പേരുടെ വീഡിയോ കാണിക്കാം. ഗോവിന്ദൻ മാഷ് എന്ന് പറയും. എല്ലാരെയും മാഷെന്ന് കൂട്ടി ചേർക്കും. ഒരു വിവരവും ഇല്ലാത്തവരെയാണ് ഈ മാഷെന്ന് പറയുന്നത്. കാര്യം അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ പരിപ്പോടെയും കട്ടൻ ചായയാണ് ഈ ലോകം എന്നുള്ള. മണിയാശാൻ എന്ന് പറയും. MM മണി. പിന്നെ വേറൊരു വിവരദോഷിയുണ്ട്. നമ്മളുടെ അംബേദ്കറിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും വെല്ലുവിളിച്ച് ഒരുത്തനുണ്ട്, സജി ചെറിയാൻ എന്ന് പറയുന്നത്. ഉദാഹരണം 3 പേരുടെ ഒക്കെ പറയുന്നത്, ഞങ്ങളെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളെ പിടിക്കാൻ വന്ന, ഞങ്ങളെ ഇന്നത് ചെയ്യാൻ വന്ന, എന്റെ പൊന്നാശാൻ, ഈ ഞങ്ങളെന്ന് പറയുന്ന പദം ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ നേതാവിന് പറയാൻ കൊള്ളാവുന്ന വാക്കാണോ? ഞാനുമില്ല, നീയുമില്ല, നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്തു പങ്കുവെക്കണം. അതാണ് മാർക്സിസം എന്ന് പറയുന്ന ഞങ്ങളെന്ന് പറയുന്ന ഏത് വകുപ്പിലാണ്? ഞാൻ ഈ പറയുന്നത് 2-3 വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. ഞാനുമില്ല, നീയുമില്ല, നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്തു പങ്കുവെക്കണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാര് ഞങ്ങൾ കൊന്നു, ഞങ്ങളുടെ ആൾ ഇങ്ങനെയാണ്. അതിനകത്ത് ജനാധിപത്യം എവിടെയാണ് തൊട്ട് നീണ്ടിരിക്കുന്നത്? ബംഗാളിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതായിരിക്കുകയാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സനാതന ധർമ്മത്തിലേക്ക് ഒന്നും പോകണ്ട. ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞ സുഖാസനം താങ്കി നടക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ, അതായത് മത തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ദേശമായി മാറിയിരിക്കുകയാണ് കേരളം. ഈ മതമൗലിക തീവ്രവാദികളുടെ വോട്ടിനെ അടിസ്ഥാനമാക്കി ഭരണം എന്ന് പറയുന്ന ആ ഒരു പവറിനെ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഈ CPM. 2018 ശബരിമല പെണ്ണുങ്ങളെ കൊണ്ട് കേറ്റിക്കോട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടാക്കി. എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളി മുസ്ലിമാണ്. പുള്ളി ഇടത്തോട്ട് മുണ്ടെടുത്ത് 5 നേരം നിസ്കരിച്ച് തഴമ്പുള്ള ഒരു വ്യക്തിയാണ്. CPM-ന്റെ വലിയ നേതാവാണ്. അത് പറ്റും, നിസ്കാരം പറ്റും. അയാളുടെ പെമ്പർനോത്തിയെ കൊണ്ട് വിട്ടിരിക്കുകയാണ്. എന്നതിനാ? മനുഷ്യച്ചങ്ങല പിടിക്കാൻ. ഈ പെമ്പർനോത്തിയെ മൊത്തം മൂടി വെച്ചിരിക്കുക. ആ പെമ്പർനോത്തിക്ക് ശ്വാസം വലിക്കാനുള്ള അവസ്ഥയില്ല. ഇത് CPM മെമ്പറാണ് ഇയാള്. അപ്പോ ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് എന്തിനാണ്? ഉദാരവൽക്കരണം അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിന്റെ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി മനുഷ്യച്ചങ്ങല പിടിച്ചിരിക്കുന്ന ആ മുസ്ലിം സ്ത്രീക്ക് മതത്തിന്റെ ആ നിർവചനം മൊത്തം മൂടിയിരിക്കുകയാണ്.
ആയിക്കോട്ടെ, അവരുടെ ശൈലി ആയിക്കോട്ടെ. ഈ ആൾക്കാരെ കൂട്ടുപിടിച്ച് മതരാഷ്ട്രം ഉണ്ടാക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിന് മാത്രമല്ല ദൂഷ്യം, ചരിത്രത്തിൽ ഇന്ത്യക്ക് തന്നെ ദൂഷ്യമാണ്. നിങ്ങൾക്കറിയാം, വഖഫ് നിയമം വഖഫ് നിയമം എന്തേലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വിലയുള്ള ഒരു നിയമമാണോ? മുനമ്പത്ത് മുസ്ലിങ്ങൾ അടക്കമുള്ള കുടുംബത്തിന് വീടില്ലാതായിരിക്കുകയാണ്. ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന ഒരുമാതിരി തേർഡ് റേറ്റ് ജനാധിപത്യം എന്ന് പറയുന്ന മതവെറി ഇവിടെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെജോറിറ്റി ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ല മാഷാനെ ജനാധിപത്യം. നിങ്ങള് ഗുരുദേവനെ പിടിച്ചു. ഗുരുദേവൻ CPM-ന്റെ വക്താവാന്ന് പറഞ്ഞു, സനാതന ധർമ്മത്തിന് എതിരാന്ന് പറഞ്ഞു. വേദാന്ത സൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് പുള്ളിയുടെ. അവിടെ അഖിലം ബ്രഹ്മമെന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നത് ബ്രഹ്മത്തിലാണ് എല്ലാം എന്നാണ് പറയുന്നത്. CPM എന്ന് പറയുന്ന ഏമാന്മാർക്ക് വേണ്ടി അച്ചാരം പറഞ്ഞുകൊണ്ട് നിന്നാലേ ഉള്ളൂ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ വെറും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും ഇവിടെ രാജഭരണം നടത്തുന്ന സമയമാണിത്. ഇവിടെ രാജഭരണം നടത്തുന്ന സമയമാണ്. ജനങ്ങൾ വീർപ്പുമുട്ടുന്ന സമയമാണ്. 2017 2 പിഞ്ചു മക്കളെ, പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി വളയാർ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിൽ. CPM-കാരാണ്. അവര് ദളിതായിപ്പോയി. ആ അമ്മ കരഞ്ഞ് ബഹളമുണ്ടാക്കി ലാസ്റ്റ് നമ്മുടെ രാജാവ് പിണറായി രാജാവിനെതിരെ മത്സരിച്ചു. അവര് ദളിതായ കൊണ്ടാണോ നിങ്ങള്? അതോ അവര് സനാതന ധർമ്മത്തെ ആശയം മുറുക്ക പിടിച്ചുകൊണ്ടാണോ? ഇങ്ങ് പെരിയാറ്റിൽ, വണ്ടിപ്പെരിയാറിൽ കൊച്ചിനെ DYFI-ക്കാരൻ കൊന്നു. റയർ ഓഫ് ദ റയർ കേസ്. എന്തി അതും മായ്ക്കപ്പെട്ടു. കൊടിസുനിമാർക്കും ശ്രീജിത്തുമാർക്കും ഇരട്ട കൊലപാതക കേസും സ്വർണ്ണക്കള്ളക്കടത്തിനും ഇതിനെല്ലാം സൈഡ് പിടിക്കുന്ന ബൂഷ്വാ മെന്റാലിറ്റിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താടോ സാധാരണപ്പെട്ട ദരിദ്രന്റെ വയറിന്റെ വേദന മനസ്സിലാകുക? എപ്പോഴാണ് മനസ്സിലാകുക? നിങ്ങൾ മനസ്സിലാകത്തില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ബംഗാളിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റികളും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ആൾക്കാരും ഇങ്ങ് കോട്ടയം കേരളത്തില് വന്ന് പൊറോട്ട അടിക്കത്തില്ലായിരുന്നു. ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി.